അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു സ്മാർട്ട് വാച്ചിൻ്റെ റിവ്യൂ പറയാൻ വേണ്ടിയിട്ടാണ്. ഏകദേശം ഒരു 6 മന്ത് ആയിട്ട് നമ്മൾ ഈ ഒരു വാച്ച് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഇത് നോയ്സിൻ്റെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വാച്ചാണ്. നോയ്സിൻ്റെ കളർ ഫിറ്റ് വിഷൻ 2 എന്ന് പറയുന്ന മോഡലിൽ വരുന്ന വാച്ചാണിത്. എന്താ വെച്ചാൽ ചെറിയൊരു ബഡ്ജറ്റിൽ നമുക്ക് ഈ ഒരു അമോലെഡ് ടച്ച് സ്ക്രീനും ഓൾവേസ് ഓൺ ഡിസ്പ്ലേയും ഒക്കെ അഫോർഡബിൾ ആയിട്ട് കിട്ടുന്ന ഒരു വാച്ചാണിത്. അപ്പം ഇതിൻ്റെ റിവ്യൂ ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഈ ഒരു പാക്കിങ്ങിലായിട്ടാണ് വാച്ച് വരുന്നത്. അപ്പം നമ്മൾ ബോക്സ് ഓപ്പൺ ചെയ്യുമ്പം ഇതാണ് നമ്മളുടെ വാച്ച്. അപ്പം നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ബ്ലാക്കിലാട്ടോ. നമുക്ക് വന്നത് ബ്ലാക്കിലായിരുന്നു. പിന്നെ നമ്മൾ സ്ട്രാപ്പ് ചേഞ്ച് ചെയ്തിട്ട് ഈ ഒരു കളറിലാക്കിയിട്ടുള്ളതാണ് കേട്ടോ, ഈ ഒരു ബ്ലൂ ഷെയ്ഡിൽ. പിന്നെ ഇതിൽ വരുന്നത് ചാർജിങ്ങിൻ്റെ കേബിൾ വരുന്നുണ്ട്. ഇതിനുള്ളിൽ നോയ്സിൻ്റെ ഒരു സ്റ്റിക്കർ വരുന്നുണ്ട്. പിന്നെ ഇതാ യൂസർ മാനുവലും വരുന്നുണ്ട് കേട്ടോ. വാച്ചിൻ്റെ ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു യൂസർ മാനുവലും ഇതിൻ്റെ കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു പാക്കിങ്ങിലുള്ളത്. പിന്നെ നമ്മളെ വാച്ചിൻ്റെ ഡീറ്റെയിലിംഗ് പറയാന്ന് വെച്ചാൽ, ഇത് കയ്യിൽ കിട്ടുമ്പോൾ നല്ല ലുക്കുള്ളൊരു വാച്ചാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. 1.78 AMOLED ടച്ച് സ്ക്രീനും പിന്നെ 368x448 PX റെസൊല്യൂഷനുമാണ് കമ്പനി ഈ ഒരു വാച്ചിൽ നൽകിയിട്ടുള്ളത്. പിന്നെ ഏകദേശം 30ഓളം സ്പോർട്സ് മോഡും പിന്നെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേയും ഇതിൽ അവൈലബിൾ ആണ്. നോയ്സ് ഫിറ്റിൻ്റെ ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ഒരുപാട് വാച്ച് ഫേസസ് ഇതിൽ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. നല്ല ക്വാളിറ്റി ആയിട്ടുള്ള നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സ്ട്രാപ്പാണ് കമ്പനി ഇതിൻ്റെ കൂടെ നൽകിയിട്ടുള്ളത്. വാച്ച് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസാണ് കാണാൻ പറ്റുക. അപ്പം നമ്മൾ ഈ ഒരു ഇൻ്റർഫേസ് ഇത് നമ്മൾ നോയ്സിൻ്റെ ആപ്ലിക്കേഷൻ വെച്ച് ചെയ്തിട്ടുള്ളതാണ്. ഈ ഒരു 3 ഇൻ്റർഫേസുകളാണ് ഇതിൽ ഓൾറെഡി നമുക്ക് ഡിഫോൾട്ട് ആയിട്ടുള്ളത്. ഇത് നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഇതിൽ 3 ഫേസസ് മാത്രമേ നമുക്ക് ഓൾറെഡി അവൈലബിൾ ആയിട്ടുള്ളൂ. പിന്നെ നമ്മൾ ആപ്ലിക്കേഷൻ വെച്ചിട്ട് ആവശ്യത്തിന് ആപ്ലിക്കേഷനിൽ ഉണ്ടാവും, അതിൽ നമ്മൾ ഫിറ്റ് ചെയ്യണം. പിന്നെ അതേപോലെ തന്നെ ഈ നമ്മൾ ഫോണിൽ നോയ്സ് ഫിറ്റ് എന്ന് പറയുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അത് ഓപ്പൺ ചെയ്യുമ്പോൾ പിന്നെ കണക്റ്റ് ആവും. പിന്നെ നമുക്ക് ഇതിൽ ഒരുപാട് ഇൻ്റർഫേസസ് അവൈലബിൾ ആയിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ളത് നോക്കിയിട്ട് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു ഇൻ്റർഫേസ് നമ്മൾ സെലക്ട് ചെയ്യാന്ന് പറയുമ്പോൾ ജസ്റ്റ് അപ്ലോഡിങ് കൊടുക്കുമ്പോൾ നമുക്കത് വാച്ചിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റും ആ ചേഞ്ചസ്. നമുക്ക് ഇതിലുള്ള ഇൻ്റർഫേസസിൽ ഈ 3 എണ്ണമാണ് നമുക്ക് ഡിഫോൾട്ടായിട്ട് തരുന്നത്. അതിന് പുറമേ നമുക്ക് ഒരു ഇൻ്റർഫേസ് മാത്രമേ ഇതിൽ ജസ്റ്റ് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അത് അതിൻ്റെ ഒരു ഡ്രോബാക്ക് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ 2 ടൈപ്പിലാണ് ഇതിൻ്റെ മെനു അവൈലബിൾ ആയിട്ടുള്ളത്. ഇതൊന്ന് ഗ്രിഡ് ടൈപ്പിലും ഒന്ന് ലിസ്റ്റ് ടൈപ്പിലും ആണ്. വളരെ സിമ്പിളായിട്ടുള്ള രീതിയിലാണ് ഇതിൽ മെനു കൊടുത്തിട്ടുള്ളത്. അപ്പം നമുക്ക് വേണ്ടത് നോക്കിയിട്ട് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മെനുവിൽ നോയ്സ് ഹെൽത്ത്, ക്ലോക്ക്, വർക്കൗട്ട്, സ്പോർട്സ് റെക്കോർഡ് ആൻഡ് വെദർ, റിമൈൻഡർ, മ്യൂസിക്, വാച്ച് ഫേസസ് ആൻഡ് ഫ്ലാഷ് ലൈറ്റ്, സെറ്റിങ്സ്, ഇത്രയും ഓപ്ഷൻസാണ് അവൈലബിൾ ആയിട്ടുള്ളത്. സെറ്റിങ്സിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾവേസ് ഓൺ ഡിസ്പ്ലേൻ്റെ ഓപ്ഷൻ ഉണ്ട്. പിന്നെ മെനു വ്യൂ, QR കോഡ്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ആയിട്ടുണ്ട്. ഇതിൽ ഓൾവേസ് ഓൺ ഡിസ്പ്ലേൻ്റെ ഓപ്ഷനിൽ നമുക്ക് ഇത്രയൊക്കെ ഓപ്ഷൻസ് ആണുള്ളത്. ആക്ടിവേഷൻ ടൈമും ഓഫ് സ്ക്രീൻ ഡയൽസ്, പിന്നെ അതിൽ തന്നെ ഓൾ ഡേയും ടൈമും അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ഓൾവേസ് ഓൺ ഡിസ്പ്ലേയിൽ തന്നെ ഇതിൽ ഡിജിറ്റലും അൺലോഗിലും ആയിട്ട് 2 ടൈപ്പിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇത്രയും ഹെൽത്ത് ആക്ടിവിറ്റീസ് മോണിറ്റർ ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇതിലുള്ളത്. ആക്ടിവിറ്റി, സ്ലീപ്പ്, പിന്നെ SpO2, ഹാർട്ട് റേറ്റ്, അങ്ങനെയുള്ള ഓപ്ഷൻസ് ആണുള്ളത്. പിന്നെ നമ്മളുടെ ക്ലോക്കിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് അലാറം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ടൈമർ, സ്റ്റോപ്പ് വാച്ച്, അത്രയും ഓപ്ഷൻസ് ആണുള്ളത്. പിന്നെ വർക്കൗട്ട് ആണെങ്കിൽ ഒരുപാട് ടൈപ്പിലുണ്ട് കേട്ടോ. റണ്ണിങ്, സ്പോർട്ട്, സൈക്ലിംഗ്, ഔട്ട്ഡോർ സ്പോർട്സ്, ബോൾ ഗെയിംസ്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ഓരോന്നിലും തന്നെ ഒരുപാട് ഓപ്ഷൻസ് വേറെയും വരുന്നുണ്ട്. ഔട്ട്ഡോർ റണ്ണിങ്, ഔട്ട്ഡോർ വാക്കിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഓപ്ഷൻസ്
അവൈലബിൾ ആയിട്ടുണ്ട്. പിന്നെ അത്രയൊക്കെ തന്നെയാണ് ഇതിൽ ഡീറ്റെയിലിംഗ് എന്ന് പറയാനായിട്ടുള്ളത്. പിന്നെ നമുക്ക് വെതർ, റിമൈൻഡർ, മ്യൂസിക് അങ്ങനെയുള്ള ബാക്കിയുള്ള ഓപ്ഷൻസൊക്കെ വരുന്നുണ്ട്. മ്യൂസിക്കിൻ്റെ ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത് ഫോണിൽ ബ്ലൂടൂത്ത് ഉപയോഗിച്ചിട്ട് നമുക്ക് കണക്ട് ചെയ്തിട്ട് ഫോണിൽ പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അല്ലാതെ ഇതിൽ സ്പീക്കർ ഇല്ലാത്തതുകൊണ്ട് ഇതിൽ പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. പിന്നെ നമുക്ക് ബ്രൈറ്റ്നസ്, വൈബ്രേഷൻ ഒക്കെ സെറ്റിങ്സിൽ ഓപ്ഷൻ ആയിട്ടുണ്ട്. പിന്നെ മെനു വ്യൂ, QR കോഡ്, ഡിവൈസ് ഇൻഫോ അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. QR കോഡിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ QR കോഡ് നമുക്ക് ഈസി ആയിട്ട് ഫസ്റ്റ് ടൈമൊക്കെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത്, കണക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് QR കോഡ് യൂസ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ അത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. പിന്നെ ഇതിൻ്റെ ഒരു 1-2 പോരായ്മകളായിട്ട് തോന്നിയിട്ടുള്ളത് എന്താ വെച്ചാൽ ഇതിൽ മൈക്കും സ്പീക്കറും അവൈലബിൾ ആയിട്ടില്ല. അപ്പം നമുക്ക് കോൾ എടുത്തിട്ട് സംസാരിക്കാനോ അല്ലെങ്കിൽ നമുക്ക് പാട്ട് കേൾക്കാനോ അങ്ങനത്തെ ഇതിനൊന്നും ഇത് പറ്റില്ല. പിന്നെ നമ്മളിത് പ്രയോറിറ്റി കൊടുക്കാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് AMOLED ഡിസ്പ്ലേയും പിന്നെ അതേപോലെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേയും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വാച്ചസ് ഇല്ല. അതുകൊണ്ടാണ് നമ്മളിത് പ്രിഫർ ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു മെയിൻ ക്വാളിറ്റി എന്ന് പറയുന്നത് ഇത് വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള ഒരു വാച്ചാണ്. ഇതിൻ്റെ വാട്ടർ പ്രൂഫ് എന്ന് പറയുന്നത് IP68 വരുന്നത്. ഇത് നമുക്ക് ഏകദേശം 1.5 മീറ്ററോളം ഡെപ്തിൽ നമുക്ക് വെള്ളത്തിൽ വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതേപോലെ തന്നെ ഒരു 30 മിനിറ്റ് വരെ നമുക്ക് വെള്ളത്തിൽ വെച്ചാൽ വരെ ഈ വാച്ചിനൊന്നും സംഭവിക്കില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു നല്ലൊരു ക്വാളിറ്റി ആയിട്ടാണ് ഇതെനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പം നമുക്ക് ഈ റെയിൻ ടൈമൊക്കെ വരുന്ന ടൈമിൽ, മഴക്കാലത്തൊക്കെ നമുക്ക് നല്ല ധൈര്യമായിട്ട് നമുക്ക് കയ്യിൽ കെട്ടിയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പം ഈ ഒരു റേറ്റിന് നല്ല അഫോർഡബിൾ ആയിട്ടുള്ളൊരു വാച്ച് തന്നെയാണിത്. ഇതിൻ്റെ ബാറ്ററി ഹെൽത്ത് എന്ന് പറയുന്നത് കമ്പനി പറയുന്നത് ഒരു 7 days ഒക്കെ ആണ്, അപ് ടു 7 days എന്നാണ് പറയുന്നത്. നമുക്കിത് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു 4 to 5 days മാത്രമേ കിട്ടുന്നുള്ളൂ. ഇനി അത് യൂസ് ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് മാക്സിമം ഒരു 11 days വരെയൊക്കെ ഇതിൻ്റെ ബാറ്ററി ഹെൽത്ത് കിട്ടുന്നുണ്ട്. അപ്പം ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ കേട്ടോ. നമ്മൾ ഈ ഒരു വാച്ച് പർച്ചേസ് ചെയ്തിട്ടുള്ളത് നമ്മളൊരു 6 month മുമ്പേ ആയിട്ട് 2100 രൂപയ്ക്കാണ് ഈ ഒരു വാച്ച് പർച്ചേസ് ചെയ്തത്. ഈ ഒരു വാച്ച് ഇപ്പോൾ ഫ്ലിപ്കാർട്ടിൽ 1799 ഓഫർ ഉണ്ട് കേട്ടോ. ഈ ഒരു ടൈമിൽ ഓഫർ ഉണ്ട്. 1799 ഇത് അവൈലബിൾ ആയിട്ടുണ്ട്. 74% ഓഫാണ്. ഇത് അത്യാവശ്യം നല്ലൊരു വാച്ചാണ്. ഒരുപാട് തവണ എന്താ പറയുക വീണിട്ടും ഒക്കെ നല്ല അടിപൊളി ഡിസ്പ്ലേ ക്വാളിറ്റി ഒക്കെ ഉള്ള ഒരു വാച്ചാണ്. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആവുകയാണെന്നുണ്ടെങ്കിൽ, വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും ഒന്നും മറക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ.